എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2020 വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ടെക്നിക്കൽ സെഷനാണിത്. എൻ്റെ ഒപ്പം ഉള്ളത് ഡോക്ടർ ദേബാശിഷ് ഗുപ്ത, പ്രൊഫസർ ആൻഡ് HOD ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ശ്രീചിത്ര ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. നമുക്കറിയാം, ഈ പ്രാവശ്യത്തെ ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ തീം തന്നെ സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ് ആണ്. എന്ന് വെച്ചാൽ രക്തം നമുക്കറിയാം ജീവൻ രക്ഷിക്കുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ സേഫ് ബ്ലഡിന്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം രക്തദാനത്തിൽ കൂടെ നമുക്ക് ഇപ്പോൾ ഒരാൾ രക്തദാനം ചെയ്യുമ്പോൾ ഏകദേശം 4 വ്യക്തികളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. പക്ഷെ ആ രക്തം നമ്മൾ നൽകുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു രക്തമായിരിക്കണം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ 179 ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക്സ് ആണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 39 ബ്ലഡ് ബാങ്ക്സ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഹോൾ ബ്ലഡ് എല്ലാം കൂടുതലായിട്ട് നമുക്ക് ബ്ലഡ് കോമ്പോണൻസ് ആണ് ട്രാൻസ്ഫ്യൂഷന് ഇപ്പോഴത്തെ ചികിത്സാ രീതി. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഹോൾ ബ്ലഡിനെ കോമ്പോണൻസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള, അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 110ഓളം ബ്ലഡ് കോമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റ്സ് ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറിലും കൂടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 26 എണ്ണം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നൂതനമായിട്ടുള്ള ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സിസ്റ്റമിൽ വന്നിരിക്കുന്നത് എഫെറസിസ് ആണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ രക്തം സ്വീകരിക്കുമ്പോൾ ഏത് ഘടകമാണോ ആവശ്യം അത് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ തിരിച്ച് ആ വ്യക്തിക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് എഫെറസിസ്. അത് നമ്മുടെ സംസ്ഥാനത്ത് 5 സർക്കാർ ആശുപത്രികളിൽ നമ്മളിപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് സേഫ്റ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് സേഫ് ബ്ലഡ്? സേഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ രക്തദാനം ചെയ്യുന്ന വ്യക്തി അത് ഹി ഷുഡ് ബി ഹെൽത്തി, ഹി ഓർ ഷീ ഷുഡ് ബി ഹെൽത്തി. എന്ന് വെച്ചാൽ ഒരു 18 വയസ്സ് പൂർത്തിയായിരിക്കണം, ചുരുങ്ങിയത് 45 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവണം, 12.5 gram% ഹീമോഗ്ലോബിൻ ലെവൽ ഉണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ 6 മാസത്തിൻ്റെ അകത്ത് ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല. പിന്നെ വേറെ ക്രോണിക് ഡിസീസ് ഒന്നുമുള്ള വ്യക്തിയാവാൻ പാടില്ല. എന്നാൽ ഈ ക്രൈറ്റീരിയ ഒക്കെ പാലിക്കുന്ന ഒരു വ്യക്തിക്ക്, ഏത് പുരുഷനായാലും സ്ത്രീക്കും, once in 3 or 4 months ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്ലഡ് സേഫ്റ്റി നമ്മൾ പറയുമ്പോൾ ഒരു ഡോണറിന്റെ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ രക്തം സ്വീകരിക്കുന്ന ആ സേഫ്റ്റി വേണം. അപ്പോൾ നമ്മൾ ലൈസൻസ് ബ്ലഡ് ബാങ്ക്സിൽ എല്ലാ മുൻകരുതലും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ഡോണറിനെ പ്രോപ്പർ സ്ക്രീനിങ് ചെയ്ത് കൗൺസിൽ ചെയ്ത് അവരുടെ ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്ത് അവർ ഫിറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു റെസിപ്പിയന്റ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടുള്ള ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്, മാൻഡേറ്ററി ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഏറ്റവും ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്നത് എലീസ ജനറേഷൻ 4 ടെസ്റ്റാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അഫ്കോഴ്സ് നാറ്റ് ടെസ്റ്റും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലും. പക്ഷേ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ നമ്മൾ എലീസ 4 ജനറേഷൻ ടെസ്റ്റാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, മലേറിയ ഇത്തരം രോഗങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ റെസിപ്പിന് ബ്ലഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാലിക്കപ്പെടണമെങ്കിൽ നമ്മൾക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് അതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെയും അതുപോലെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് ബാങ്ക്സ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 1000, ഏകദേശം ഒരു 900 to 1000 യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ആണ് നമ്മളുടെ കേരളത്തിൽ ആവശ്യമുള്ളത്. കേരളത്തിൽ ബ്ലഡ് ആവശ്യം വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് വരാം, ചിലത് എലക്റ്റീവായിട്ട് വരാം. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് വളരെ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതുപോലെ നമുക്ക്
ഗർഭിണികൾ പ്രസവിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഹെമറേജ് വരുമ്പോൾ ഉണ്ടാവുന്ന സമയത്ത് ബ്ലഡ് ആവശ്യം വരാം. ക്യാൻസർ പേഷ്യൻസിന് ആവശ്യം വരാം. മേജർ സർജറീസിന് സമയത്ത് നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യം വരാം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഹീമോഗ്ലോബിനോപ്പത്തീസും ഏകദേശം 1500ഓളം പേഷ്യൻസ് കാണുന്നുണ്ട്. അവർക്കും നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒരു ആവശ്യം വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ 900 to 1000 ആണ് നമ്മൾ ഒരു ആവറേജ് റിക്വയർമെൻറ്റ്. ഇതിൽ 900 to 1000 നമ്മൾ പറയുമ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷനായിട്ട് നമുക്ക് എത്ര കിട്ടുന്നു എന്നാണ്. കാരണം നമുക്ക് ബ്ലഡ് കിട്ടാം, ബ്ലഡ് റീപ്ലേസ്മെന്റ് ആയിട്ട് കിട്ടാം, ചില സമയം പ്രൊഫഷണൽ ഡോണേഴ്സ് വന്നിട്ട് ചെയ്യാം. പക്ഷെ നമ്മളെ തീം തന്നെ സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ് എന്നാണ്. അപ്പോൾ സേഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്തി ഡോണർ തന്നെ നമുക്ക് ബ്ലഡ് കിട്ടണം. ഹെൽത്തി ഡോണർ എന്ന് പറയുമ്പോൾ ഒരു വോളണ്ടറി ബ്ലഡ് ഡോണർ ആയിരിക്കണം. സോ സ്ട്രിക്ട്ലി വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വഴി തന്നെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് 900 to 1000 പെർ ഡേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 70% നമുക്ക് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വഴിയാണ് നമുക്ക് രക്തം കിട്ടുന്നത്. ഇത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് ഇനി another 20 to 30% നമുക്ക് അച്ചീവ് ചെയ്തിട്ട് 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 100% ബ്ലഡ് സേഫ്റ്റി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം വേൾഡ് ഇന്നലെ ആയിരുന്നു ജൂൺ 14 ഓസ്ട്രിയൻ സയന്റിസ്റ്റ് കാൾ ലാൻസ്ന് ABO ഗ്രൂപ്പ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയ ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദിവസത്തെ പ്രാധാന്യം. നമ്മൾ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവാണ്. നമുക്ക് ആവശ്യമുള്ള ആ 1000 ബ്ലഡ് ഡോണേഴ്സ് പെർ ഡേ ഇൻ അവർ സ്റ്റേറ്റ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാമ്പയിനിലേക്ക് പോകണം. അതിൽ വോളണ്ടറി ഓർഗനൈസേഷൻസ് മുന്നോട്ട് വരണം, കോളേജ് സ്റ്റുഡൻസ് മുന്നോട്ട് വരണം, NCC കാഡറ്റ്സ് മുന്നോട്ട് വരണം, പൊളിറ്റിക്കൽ യൂത്ത് ഫ്രണ്ട്സ് മുന്നോട്ട് വരണം. സോ വി വാണ്ട് യങ് ഫ്രീക്വന്റ് ഹെൽത്തി ബ്ലഡ് ഡോണേഴ്സ്. അതുപോലെ 18 വയസ്സ് കഴിഞ്ഞവരെല്ലാവരും അവരുടെ ലൈഫിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരണം. ബിക്കോസ് യു ആർ സേവിങ് 4 precious ലൈഫ്സ്. അതാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ ഹ്യൂമൻ റേസ് കണ്ട ഏറ്റവും ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു പാൻഡമിക്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 5 മാസമായിട്ട് ലോകം കാണുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു COVID-19 സിറ്റുവേഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ COVID-19 എങ്ങനെ നമ്മളെ രക്തദാനത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇനീഷ്യൽ 2 months ഓഫ് ഈ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ 900 to 1000 യൂണിറ്റ്സ് പെർ ഡേ അച്ചീവ് ചെയ്യാൻ. സോ കോവിഡ് ബിക്കംസ് അനദർ ചാലഞ്ച് ഇൻ ദിസ് ഏരിയ. അതാണ് ഒരു വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊപ്പം ഉള്ളത് ഡോക്ടർ ദേബാശിഷ് ഗുപ്തയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MD ഡിഗ്രിയുടെ ആദ്യത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 34 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഫീൽഡിൽ. അപ്പോൾ ഇതിനേക്കാളും ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ആൻഡ് വെരി എഫിഷ്യൻറ്റ് പേഴ്സണാലിറ്റി നമുക്ക് ലഭിക്കില്ല. സോ വി ആർ വെരി ഹാപ്പി ടു ഹാവ് പ്രൊഫസർ ദേബാശിഷ് ഗുപ്ത. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണ്. ഹി ഈസ് എ ബംഗാളി ആൻഡ് now he has adopted Kerala as his native place and he's been working here for so many years. So നമുക്ക് പ്രൊഫസർ ദേബാശിഷ് ഗുപ്ത കോവിഡ് കാലഘട്ടത്തിൽ ഈ രക്തദാനത്തിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് കരുതൽ എടുക്കേണ്ടതെന്നെ പറ്റി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. So over to you, Dr. Debashish Gupta. Thank you, sir. Thank you for such a good introduction to this audience. And I must say that I have adopted Kerala definitely as a home now, my second home, and there's a lot of similarity between the Malayalis and the Bengalis regarding the cultural habits and the food habits. There's very much similarity. Okay, good evening, everybody. First of all, I would like to give my sense of appreciation to the Kerala State AIDS Control Society for inviting me to deliver a talk on the most burning issue as prevalent now regarding the status of the voluntary blood donation during this pandemic of COVID-19 throughout the world. What a time it is when I'm asked to talk is that yesterday the whole world celebrated World Blood Donors Day.
among this pandemic. This pandemic is not only restricted to India, but entire world is being having this problem, and they all are facing some challenges in collection of blood, on the safe blood and the quality blood. So now I'm going to talk about what the challenges the blood transfusion service are facing for this last 2 or 3 months regarding the collection of blood and provision of blood to the needies. So it is very much known that every second across any corner of the world one transfusion, blood transfusion is going on. Okay, it is never need to say whether it is a pandemic or non-pandemic time, blood transfusion is one of the most important life-saving modalities in the medical management. We have to ensure that people need blood all the time, and all the blood centers are always equipped with the provision of providing blood to the dying for want of blood. So the World Health Organization on 30th of June has declared the outbreak of COVID as a public health emergency of international concern. And on 11th of March, they have announced that it is a pandemic throughout the globe. As of yesterday, 14th of June, I just went to the website and the World Health Organization and found out that more than almost 8 million people have been suffering from COVID-19, of which around 435,000 deaths has been reported across the world. And still 4.13, that is 50% of the affected 8 million have recovered from this disease, which shows that there are some sort of hope still existing in the tackling this pandemic. So what is this COVID-19 pandemic? What problem you are facing? What exactly the people, the society, they are facing this, going through this pandemic? First of all, we have to assure that there is a severe panic and fear among the mindset of the people as well as the society for their own safety and their own survival. Because many countries has enforced lockdown to all activities. Everything has been come to a standstill, and there is a postponement or cancellation, either some sort of social events, or sporting events, or religious events, political gathering, or the cultural events. There's completely lockdown in all the things. Nationwide, all the schools, colleges, university have been closed down. Then there are a lot of informations that are coming from the media, the social media or as well as the mass media. But some of them are so misleading that it is adding to the fear among the mindset of the people. So what, in this scenario, what has to be done? Okay, these factors which I mentioned earlier, this has significantly affected one of the most significant area of healthcare delivery, and that is the blood transfusion services. Because availability of the safe and quality blood has become a very major issue throughout the country. So national blood supply, more than 80% of the national blood supply comes from the voluntary non-remunerated blood donors. And these donors are, through their altruistic act and humanitarian service, they always strives to keep the blood center shelves with full blood units throughout the year, so that all patients who need blood, they don't die for want of blood. But since the lockdown has been announced by the central government on 25th of March 2020 onwards, everything has come to a standstill. There is no movement at all in any of the sectors or any of the human activities. So what the lockdown of the nation has resulted in? There's a closure of educational institutions. There's a closure of all industries. All social organizations have stopped their activities. The IT sectors have been closed. And all the outreach blood donation camps are mainly organized by these sectors. So
suddenly, with the announcement of the lockdown, what happened? The blood donation program came to a grinding halt. The blood banks were not prepared to see that they made it beforehand, they collect the blood and keep their shelf ready. And besides, we all know that blood doesn't have a very long shelf life. It can be stored only for a period of 35 to 42 days for the red cell and 5 days for the platelets. So the blood banks are also not ready to collect a huge amount of blood and keep it stored before the lockdown was announced. So what are the challenges the blood transfusion faced during this lockdown? There was no collection of blood units because the blood donors were not coming forward. They were all confined to their homes. So what happening? That there is a shrinking of the eligible blood donors. Because many of the blood donors, they are affected with the COVID-19 or they came in contact with their family members who were COVID-19 positive. So they were either primary contacts or the secondary contacts. So they were put into the either house quarantine or or institutional quarantine. So this has resulted in the shrinking of the blood inventory. So the blood inventory went on continuously declining with no collection at all. Though many of the hospitals have closed down the elective surgical cases, only the emergency cases and those cases which need blood, they were kept open, but the elective surgical cases are totally closed. And since the elective surgical cases, which are the major user of the blood, what has happened? There was outdating of the precious blood units. 1 unit of blood, if become outdated, it hurts the blood bank very much because it is given by all the dedication of one donor who has donated with so much of hope to save the life, and we are misusing it by not using it and it getting expired. So, but we are helpless. Then the availability of the test kits. Since the transportation were all stopped, and many of the time the blood center, they think that we'll take 1 month of the stock of the kit and then the next month we'll purchase other stock. But it was suddenly at the end of the month of March, it was announced we are not prepared to stock our blood bank with the kits. The one problem which we also faced, that we had an adequate quantity of NAT testing kit, but it lasted only for the month of April. And after the April, we are run shortage of, there was no stock of the NAT. When we contacted the company people, the distributor, they were helpless. They said that all the flights are closed. We cannot transport the kits from the Delhi to Trivandrum. And so we were left with nothing but without doing the donated units for NAT testing. Then the other thing were that many of the healthcare workers, because they came in contact with some positive case, they were put into quarantine. So that led to the shortage of the manpower also in the health sector. And finally, not the least, is the total complete stoppage of the mobilization of the blood donor. Though there was a circular issued by the Kerala State AIDS Control Society on 13th of March, way much ahead of the lockdown announcement, that how the donors can be come to the blood bank, and some strategies have been developed, and we are following that as per the strategies given by the Kerala State AIDS Control Society. If I am right, it's the 13th of March. These are other challenges which we faced. I am giving my example of my center from 2016 onwards. The blood bank of Sri Chitra is collecting blood only from voluntary blood donors. As per the national blood policy, we have totally switched over from replacement to voluntary. So there was not a single unit of blood was collected from the replacement donor. But since the voluntary donors were not coming, we have to take permission from our director, our administration, that let us collect blood till the pandemic rise or till the voluntary blood donation program again starts. We have no option. We are helpless. We have to take blood from the replacement donor. So
And once the replacement donor during this pandemic, they were all very keen to donate because the patient requires the blood. So there might be chance of compromising with the quality. They might hide some of the facts of the travel history or the fever history. So even if you are taking the replacement donor, there are also very few because the movement were restricted. People were not able to come out from their house because of the fear of the police force may act upon them. So they are also a little bit worried whether they should come forward or not. Some of the patient which we feel that faces the biggest challenge is those patients who require blood regularly. We cannot, whether pandemic or non-pandemic, they survive on blood. Like the thalassemia patient, the sickle cell anemia, hemophilia, the obstetric patient, the cancer patient, the trauma patient. They need blood round the clock and we have to provide the blood. One good thing is that because of the lockdown, there were very less number of trauma patients. So there was no accident was reported. So, but other things were there and we have to attend to those patients. So what was the challenges of voluntary blood donation camps during this pandemic? First and foremost is the fear factor which has entered into the psyche of the humankind. They are feeling that if I go out, I missed with a social gathering, there I might contract the disease. So it is better I restrict myself to my home where I have least chance of getting the disease, even there's no question of going there. And so the altruistic act and the humanitarian act has taken a backseat. So that besides that, all the establishments were closed. The schools were closed, the colleges were closed, universities were closed, the IT sector was closed. So where we can organize the voluntary blood donation camps? There was no option because nothing we can go that unnecessary we cannot go there. There was lack of transportation, the buses, the autos, the taxis, nothing was moving. So the people were not able to come even to the hospital blood bank. Then government has given a order that restricted the social gathering, that not more than 5 persons should be gathered in one place. So that was another big challenge where the people were not interested to come to blood bank to donate the blood. Then there's an additional fear that if I go to the hospital, I may contract the disease. So the coming to a hospital blood bank was also another fear factor in the mindset of the people. And definitely, I would say that media has also created and contributed a lot of things to this, increasing the fear among the citizens. So, certain guidelines were framed by National Blood Transfusion Council on 25th March 2020. And it was circulated to all the state AIDS control society as well as to the NACO supported blood banks, that these are the guidelines how we have to, the blood transfusion service should act during the view of the pandemic. And every blood banks were following the guidelines as laid down by the NBTC. But few important facts we must keep it in mind. First and foremost, is testing of blood donors for COVID-19 is not mandatory as by the Drug and Cosmetic Act. So we are doing HIV, hepatitis B, C and syphilis, malaria, but COVID-19 is still not included as a mandatory test. So even if you don't do the test or carried out the test, it will not be any sort of legal issue will be aroused from this thing. The best part is that no cases of COVID-19 as a result of blood transfusion has been reported. But we are not sure about it because the COVID-19 was first detected in the second week of December 2019. And we are just 6 months, this pandemic is there. So even the studies have not been come out that whether any cases has been reported from the to the blood transfusion. It has not been published yet. So we cannot say with full confidence that the COVID-19 cannot be transmitted through blood. There might be some cases which may come later on, but as of now we understand that no cases have been reported. And one thing we have to keep in mind,
that whoever comes forward for donation, they should be healthy, and we have to have some certain selection criteria has been laid down by the NBTC, which we have to follow. So, care about the safety of blood donors during the pandemic situation is very important to gain confidence from the blood donors. If you don't give adequate care and support to the blood donors who come forward, then this program might take a very backlash, and it can not also lead to a very poor outcome in the coming days. So, we are all habituated in a particular way of handling the blood donors in a daily basis. But with this pandemic, some new practices have come into the blood collection facilities. So what is this new practices? I will be discussing in the coming few slides. First and foremost, only blood donors will be allowed to enter the donation premise, whether it is the blood bank or whether we conduct a blood donation camp. No other people will be permitted to come inside. No accompanying person, particularly children, should be there, because sometimes what happens, the children comes to take photograph with the father or mother donating blood. So these won't be permitted at all. So no overcrowding is allowed near the donation premise. Blood donors should be checked upon arrival to confirm that they do not have any fever or any other symptoms, signs and symptoms of COVID-19 like sore throat, running nose. Those have to be inquired from the donor. If the donors have any of the symptoms, they will not be able to donate blood. Donor must wear face mask, which is compulsory, and or protective gloves, that is optional when they arrive at the donation site. But there is certain, I will discuss later on, each donor is directed, once they enter the site, they have to wash their hand. After washing their hand, they have to disinfect their hand with sanitizer. Strict restriction will be enforced in the number of donors inside the area. So we must see that 2 donors, if we are bleeding, 2 donors are waiting with a social distancing. There should not be overcrowding that you let 6 donors are there. We keep all the donors waiting for their turn to come down. See, if you see the thing, the distance of at least 1 meter should be kept from the other donors attending the donation area. So, and after the donor donates the blood, the couch should be immediately swiped with the sodium hypochlorite solution. This is not always possible because of the lack of manpower. But at least we can try after 2 or 3 donation, we can do it. But if it can be done after every donation, it can be there. Because if you see this particular blood mobile, we have 4 couches. We are using only 2 couches. So once these 2 couches are we use the donor for one sitting, then the next setting will be taken on the other 2 couches. By the time these 2 couches can be cleaned with the sanitizer. So we have the time also to sanitize the 2, because we are not using all the 4 together. Blood center staff should stay at home if they have they should not attend to the donor or the donation area. Social distancing is very, very important during the blood donation. So the phlebotomist and the donor should maintain a distance of at least some places, but they should be having a full look at the donor to observe any donor reaction. Now I will be telling you what are the additional procedure or the new procedures which has to be implemented during the blood collection. That goes on various sections, like the team, the PPE, the blood collection, the donor, the post-donation, everything has a new way of procedures. And these procedures I am going to discuss with all of you in this coming slides. First and foremost, the blood collection team should arrive well in advance in time. They should not arrive on dot of time. They should reach the venue at least 1 hour before you start the donation program. Once they reach the site,
They should inspect the area. They should mention that what are the social distancing, where the donor will sit, how much distance between the two donor couches should be there, what are the blood safety equipment should be kept arranged. All the thing has to be done during the 1 hour period. Then what are the procedures for the PPE? See, every staff of the blood donor should wear this personal protective equipment as shown in the slide. They should wear it, but one thing is that once they wear it, they cannot remove it till the end of the full procedures. So before wearing it, if they want to take water, they drink the water. If they want to go to the washroom, they go to the washroom. They want to take food, they take the food. But once they put, no food, no water, not going to the washrooms. It is just, we have to keep it in mind that we wear it and then we need the urgency to go to the washroom. All the staff members should wear the PPE, okay, so that they can protect themselves from the general public. And as I told you, it should be taken off at the conclusion of the camp. Now, the procedure of the blood donation regarding the donors. All donors coming for donation should compulsory wear mask covering mouth and nose. Now, I have written here, it is debatable. Why? Is it when the donors enter the blood donation area, they should wear the mask? That is compulsory. But when they come for the blood donation, that they have been selected for the blood donation, whether they should wear mask or not. The scientific reason says they should not wear the mask. The why? The reason is, first and foremost, is the identification of the donor. If you wear that, we cannot identify the donor. Second is, when the donor is donating, the facial expression of the donors give you the information whether the donor is going to have a reaction. If it is covered, you cannot find that whether the donor will develop reaction and you will miss a donor reaction. There might be sometimes the donor as a reaction may vomit. And if there is a mask, what will happen? He will vomit and the vomit will go into the ear tube as well as the thing, and it can lead to aspiration pneumonia. There sometimes the donor might have convulsion, so their tongue comes out, their tongue bite can happen. We cannot see it this, and we cannot hold the tongue with the tongue forceps also. So it is very important. And then in the post donation, we have to take the refreshment. So these scientific reason says that they should not wear masks during the time of the donation. But we should take since we are the blood collection team is wearing the PPE, so there is no chance of transmitting the disease from the blood donation team to the donors. Donors should be given hand rubs to sanitize the hands. Thermal temperature should be checked, and if they are below 98 degree Fahrenheit, they can be asked to fill up a COVID checklist. A checklist has been developed which they have to fill it up that they fulfill all the criteria for the healthy. Once the donor fills the checklist, then the medical social worker verifies the COVID checklist and they found that he is eligible to donate. Okay, and all the hand rubs and whatever the biomedical waste is generated, they have to be put into the color-coded bins, which has to be carried along with in the team. So travel history has to be taken very compulsory, and if they have traveled in a red zone or in a containment area or in some other state district which is in a high alert, we should not allow them to take blood if the travel history is within the last 14 days. Because the 14 days is considered to be the incubation time, so we should not consider that part. BP should be checked, but not with the digital not with the mercury sphygmomanometer, because that might lead to the contamination of the thing. So digital is the much better way of doing thing. And we should see that particular cuff is tied over the dress of the donor,
Not that we tell the donor to move the shirt above and put the cuff on that arm. Now, what are the new procedures for the blood collection? We should take maximum 2 donors at a time. You can see that in the picture that we have only 2 donors sitting on the one of the corners, and other 2 beds are empty, which will be used in the next. When these 2 donors go out, then the other 2 donors will be used for the 2 couches. So by that time, there will be sufficient time to get sanitized of the used donor couch. Okay. So, and the donor should be asked to rest immediately for 10 minutes in the couch itself, so that the reaction doesn't. Sometimes we have the tendency to collect the more blood. We ask the donor to just get up and sit on the outside so that they can take the refreshment. Here we should try to give more time for the donor to take rest, and so that we can avoid any donation reaction. Now, what are the procedure in the post donation? We must all give, though it is being now due to the plastic bags, the cups, they are all banned. Okay, because of the Environmental Pollution Control Board have they done. But we have to use the disposable cups and plates for giving the refreshment, because those things we cannot reuse the things. Once it is being used, we have to dispose it off. And if the donor develop reaction, we should be really geared up to take the care of the donor, and with all precautionary measure, so that I just discussed with you. I think the wearing a mask will be a very detrimental because sometimes we are giving the eyes to suck. Okay, so there are many of the things we are taking we are doing with the help of the mouth. Even the breathing of the donor in the paper bag is also through the mouth. So mask is detrimental for that. So the donor should not wear mask in this thing. Then, after 14 days of donation, the donor should report to the blood bank that they don't have suffered from any fever, any running down the nose, so that we are confirmed that these donors are safe and didn't suffer from COVID-19. Besides that, the counselor who are appointed in the blood bank, we have given a strict instruction that all the donors, you have to call them because it is in the mobile number is there, to inquire about their health, whether they are having fever. So our counselor are dedicatedly doing this work, that they are calling up the donors, that whether you are having fever or any or any running nose, sore throat. So this is 7 days after the donation by the counselor, and 14 days the blood donor should report to the blood bank over the telephone. They don't have to come personally. And last but not the least is how the safety measure we can take for the procedures. The first and foremost is we must, in this situation, the organizer have organized a blood donation camp. So it is our responsibility to thank profusely for them, and they have taken adequate precaution for preventing overcrowding. So our thanks should be offered to them both in the verbally as well as in written. After attending each donor, when you are doing the phlebotomy, when you are doing the managing the reactions, the donor, the medical officer, nurses, technician should again sanitize their, because they are wearing the gloves, so they sanitize the gloves. After every donor, they should put sanitizer on the gloves and they put it. All biomedical waste should be appropriately disposed, like the apron surgical mask should be given in the yellow bin and gloves in the red bin, and N95 mask should be put in the plastic paper pouch. And all this bio waste which is generated, they should be all carried from the site back to the blood bank, and from the blood bank it has to be disposed of as per the routine procedures. What is the best alternative? If you don't have the thing, the best alternative is use of the blood mobiles. The blood mobiles were developed with the intention of going to the doorstep of the willing donors. The donors have no time to come to the blood bank. They have no time to reach the blood donation camp because they are busy, or sometimes the donor may be physically challenged. We cannot anticipate that they have to come. So this blood mobiles, the first aim was to
go to the donor doorstep and collect the blood. When I prepared the PIP for the blood mobile, it was decided that a surprise visit to the donor on his birthday or marriage anniversary day should be there. In the morning, the mobile reaches the house of the donor and they say, you can come and donate blood. He will be so happy that the blood bank remembers his marriage anniversary day or his birthday. They're coming forward. So this is the time has come. The COVID-19 pandemic has given us the ultimate that you use the blood mobile also for the going to the doorstep of the donor to collect the blood because they are not able to come out of their house. And more blood components should be prepared so that, and again I'm telling you, this pandemic has also, this is the right time because we are, last 2 decades we are talking with the clinicians for the clinical use of blood, but they are not practicing it. This is the right time they have to practice the clinical use of blood by ordering only blood components. So, to conclude, that save blood, save lives. So it is pandemic or non-pandemic, the blood donor has to come, they has to donate, they has to support the dying, and there's a never-ending need of the blood in any of the blood bank across the globe, whether it is in Trivandrum or in Cochin or in Maharashtra or in Gujarat, everywhere blood is needed. So the only way is that we have to look forward only to the those selected few who are called as blood donors, that we strive on you, we believe on you, and we need your help and support. So, and this COVID-19, we can really make a very good change, the blood transfusions, and initiate a change in this particular pandemic we can overcome, and we believe in it, so that we will definitely do something good for the healthcare delivery. Thank you very much. Thank you, Professor Devashish Gupta. It was a very exhaustive and very interesting too, and very informative presentation you have done about the blood transfusion services, especially the blood donation part in the midst of a COVID-19 pandemic. So we'll have some questions now. Sure. And before we conclude, so our first question is put by the people who have viewed this program. And the first question is, they want to know, post-COVID-19 infection, when can a donor donate blood? So now we have people getting tested positive for COVID-19. So once you're tested for COVID-19, is it that you can be able to donate blood in your life, or after what is the duration? Very, very interesting question it is. First of all, we must see the actual guideline of our donor selection. The actual guideline says that any patient, any person who has a history of fever, they cannot donate for 3 months. 3 months is a deferral period. So this patient also have a history of fever. Though they are after quarantine, 14 days quarantine after the recovery, and they are not this thing, but we cannot take blood till 3 months has been passed, as per the laid down guidelines. Because there is no guidelines for the COVID-19 regarding the fever. Because they are telling now with the convalescent plasma therapy, we are taking the plasma from this recovered patient after 14 days of the quarantine from the recovery. But remember, this plasma is not for any other patient. It is only for the COVID patient. So here we have a relaxation. But for the normal way of selection of the donor, we have to take a 3 months gap from the history of date of fever. Okay. And see, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കാണുന്നത്, there's a huge influx of people coming right from whole world. We have people coming from Gulf നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. There are people coming from different states. And we know that it's in a pandemic situation, and these people are coming from potentially hotspot areas or very red zone areas. അപ്പം അങ്ങനത്തെ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് എത്ര കാലം വെയിറ്റ് ചെയ്യണം ബ്ലഡ് ഡൊണേഷന്? So, see, first of all, anybody I forgot to mention it here also in my talk, that wherever there is a hotspot or the red zone, we cannot conduct a blood donation camp in that area. Anybody who was residing in that area also are not eligible to come forward to donate blood. Plus, those who have a travel history.
okay, and they have no fever or any other thing, still, as per the guidelines, normal guidelines, they are not supposed to donate blood till a particular period. Like if you go to as an Indian, if you go to America, I'm not talking about this pandemic. If you go to America, they won't take a blood for 3 years from you. Okay, because you're coming from a malaria endemic country and there's a malaria free zone. So there are certain guidelines in our country also when the people coming from other countries, whether we should take blood or not. So here we have to follow the normal guidelines. We cannot follow that they have come and they are not fever, they can come and donate blood. So that's very interesting. And ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഇപ്പം പല പ്രാവശ്യവും മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. രക്തത്തിന്റെ കുറവ് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നു ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിന്ന്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഔട്ട്റീച്ച് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നമുക്ക് കൂടുതൽ നടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. യൂഷ്വലി നമ്മളുടെ ഈ ഡെയിലി ആവറേജ് നീഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 1000 യൂണിറ്റ് പെർ ഡേ നമുക്ക് ആവശ്യമുള്ളത് വരുന്നത് 2 രീതിയിലാണ്. നമ്മളുടെ ബ്ലഡ് ബാങ്ക്സിൽ ഇൻഹൗസ് ഡൊണേഷൻസ് നടക്കുന്നത് കൊണ്ടും പിന്നെ നമ്മളുടെ പല സംഘടനകളുടെ സഹായത്തോടെ നമ്മൾ സംഘടിപ്പിക്കുന്ന വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻസ് ക്യാമ്പ് വഴി. പക്ഷേ ഈ COVID-19 വന്നതിന് ശേഷം ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ വന്നതുകൊണ്ടും നമുക്ക് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. പ്രത്യേകിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം, 5 പേരെക്കാളും കൂടുതൽ നമുക്ക് ഒരുമിച്ച് ഒത്തുചേരാൻ പാടില്ല. മാത്രമല്ല ആൾക്കാർക്കൊരു ഭയമുണ്ട് കൂടുതൽ പുറത്തു പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്ന ഭയം മാറി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് നമ്മളെ ബ്ലഡ് ഡൊണേഷന് വല്ലാതെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റീൻ്റെ ഈ നമ്മളുടെ നാക്കോ സപ്പോർട്ടഡ് ബ്ലഡ് ബാങ്ക്സിൻ്റെ ബ്ലഡ് ഡൊണേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ കണക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ നമുക്കൊരു 50 to 60% ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ രക്തം സ്വീകരിക്കുന്ന അതിൽ. അപ്പോൾ ഡോക്ടർ ദേവാശിഷ്, ഈ ഒരു സാഹചര്യത്തിൽ വി നീഡ് ബ്ലഡ് ബിക്കോസ് ഓൺലി ബ്ലഡ് ക്യാൻ സേവ് എ ലൈഫ് and a donor can save 4 lives ആണ് നമ്മൾ പറയുന്നത്. So we need blood. We cannot, it's an indispensable. We cannot stop that. Blood is indispensable for us. So during this COVID, you already mentioned, but you can still elaborate again a little more, because many of the blood donors forums and the main NGOs are all working for the blood donation drive. They want to conduct more camps. There are a lot of people who are willing to conduct camps. So what is your advice to them? Fearlessly say they should come and organize the camps. Definitely they should come without any fear. They should come forward. Okay, because we are, after all, our team, it comprises medical officer. We are doing a lot of full check, and then only we'll declare whether the donor is eligible to donate blood. So there is no question, and in return, the donor is getting some investigation also done. Okay, so there is no question of the donor getting fear whether they can come forward to donate. So my advice to the organizations is that you arrange the camp. And all the procedures which I have talked in my presentation, we follow that. And then the overcrowding should be prevented, and only the donors who are enrolled, they should be permitted to come. Okay, and we can give them the timing also, so that the precious timing is not wasted. That from this time to this time we require 8 donors, from 1 hour we require these donors, so that they can come on a particular time. So their waiting will also not be there, prolonged waiting. And they come, they donate, and we take adequate care of them. Okay. And one thing which you really mentioned in a very apt manner is the appropriate use of our blood mobiles. Yeah. As you said, that should be used for door-to-door collection of blood. Yeah. It's a very good suggestion and a very good comment you have made, which I think we'll take note of it. And so we are just 5 minutes more for this program to end. And just before concluding, Dr. Debashish, our main theme for the day is Safe Blood Saves Life. So safe blood, okay, now in the backdrop of COVID-19 and all, we have spoken in length about what and all we should do. But when we say safe blood saves life, and when we say about the blood safety, we cannot still forget that there is still the problem of HIV, hepatitis B, hepatitis C and all still in our mind. And even now we are not able to say 100% foolproof person donating blood is
free of these pathogens, isn't it? Yes. Because there are medical limitations, there are limitations in testing. Like we have this window period for HIV. Even though the advent of NAT has reduced the window period, but Yeah. still we are not able to have a 100% foolproof method where we can say that it's safe blood. So Dr. Debashish, from your experience for the last 3-4 decades, so what is your advice to the public of Kerala? How can we achieve this safe blood? See, first of all, I must tell you, the zero risk safety is not possible at all. The only one way of possibility of this zero risk is if the country start collecting blood only from regular voluntary blood donors. Because this regular voluntary donors is already tested, on every visit they are being tested. So they are coming after 3 months. So, and every incubation period of disease is less than 3 months. So if they donate blood for the first time and they found to be negative, we counsel them for leading a low risk lifestyle, and everything is being explained to them. So they come on the second donation. So again they're coming negative. So we are ensured that the first unit was totally free from that. So when they keep on donating blood, we are keeping a track of his infections, whether they are negative. Okay, so that's why WHO very specifically stressed on collecting blood from regular voluntary non-remunerated blood donors. Okay, that is the only way we can achieve a zero risk thing. So whatever, because there's one very important way, safe blood starts with me. I know my safety of my blood. Okay, so based on that, the autologous transfusion has come. Okay, so now the thing is that if we want to take for the allogenic blood, the donor must be safe and they should donate regularly. That's a very good message, Dr. Debashish. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, നമ്മൾ സേഫ് ബ്ലഡ് സേഫ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ദാനം ചെയ്യുന്ന രക്തം സേഫ് ആവാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളിപ്പോൾ ആദ്രം മിഷനിൽ പറയുന്ന പോലെ അവർ ഹെൽത്ത് അവർ റെസ്പോൺസിബിലിറ്റി. സോ ദ റെസ്പോൺസിബിലിറ്റി ലൈസ് ഇൻ അസ്. അപ്പോൾ നമ്മളെ എങ്ങനെ സേഫ് ബ്ലഡ് ഡോണർ ആവും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മൾ റെഗുലർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക. വി ഷുഡ് ഹാവ് അഡ്വക്കേറ്റ് ബോഡി വെയ്റ്റ്. സോ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. ആൻഡ് സോ ദാറ്റ് വി ഹാവ് ഓൾ ദ പാരാമീറ്റേഴ്സ് നോർമൽ. നമ്മുടെ ബോഡി വെയ്റ്റ് ആയാലും ഹീമോഗ്ലോബിൻ ആയാലും എല്ലാം നോർമൽ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തേത്, നമുക്ക് ഈ രക്തദാനത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണം. അതിനും നമ്മൾ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ ലൈഫ്, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയറിലേക്ക് പോകാതിരിക്കുക. മീൻസ് ഹൈ റിസ്ക് ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പേടി HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലത്തെ രോഗങ്ങളാണ്. അപ്പോൾ അത് രോഗം വരുന്നത് നമുക്കറിയാം. ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ലൈക്ക് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക, പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുക, ഡ്രഗ് ഇഞ്ചെക്ഷൻസ് ചെയ്യാതിരിക്കുക, ആൻഡ് ഹാവ് എ സേഫ് ഹെൽത്തി ലൈഫ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഡോക്ടർ ദേവാശിഷ് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ എൻഷുർ ചെയ്യുന്നത് നമ്മൾ ഫ്രീക്വൻ്റ്ലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന്. വൺസ് ഇൻ 3 or 4 months നമ്മൾ ഫ്രീക്വൻ്റ്ലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ 2 അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കും. രണ്ടാമത്തേത്, അത് ഉറപ്പ് വരുത്താൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എവറി 3 months വെൻ വി ആർ ഗിവിംഗ് ബ്ലഡ് നമ്മളെ രക്തപരിശോധന നടക്കുന്നുണ്ട്. നമുക്ക് HIV ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടോ, അത് രോഗങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതും നമുക്ക് 100% ഉറപ്പ് വരുത്തുന്നു. സോ ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ എൻഷുർ സേഫ്റ്റി ഓഫ് ബ്ലഡ്. സോ വി നീഡ് ഫ്രീക്വൻറ്റ് ഹെൽത്തി യങ് ബ്ലഡ് ഡോണേഴ്സ്. നമ്മളെ സംസ്ഥാനത്ത് നമുക്ക് ഏകദേശം 4 മുതൽ 5 ലക്ഷം വരെ രക്ത യൂണിറ്റാണ്, 5 ലക്ഷമാണ് നമുക്ക് ബ്ലഡ് യൂണിറ്റ്സോ കോമ്പണൻറ്റ് യൂണിറ്റ്സ് ആവശ്യം നമ്മളെ സംസ്ഥാനത്ത്. അപ്പോൾ 5 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മുന്നിൽ ഒരു 3.2 കോടി ജനസംഖ്യ, 3.5 കോടി ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ഈ 5 ലക്ഷം യൂണിറ്റ് ഒരു വർഷം വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ലഭിക്കുക നമ്മളെല്ലാവരും മനസ്സ് വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ലെറ്റ് us all be healthy, let's all be safe, and let's donate blood and save precious lives. Thank you, Dr. Debashish. Thank you. Thank you all.